ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ എയ്മർ ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ സി എസിൻ്റെ ഇതൊക്കെ മാറിയല്ലോ, സീസൺ മാറി. അപ്പോൾ നമ്മൾ ഒരു സി എസ് സ്റ്റാർട്ടാക്കാൻ വെച്ച് അങ്ങനെ നമ്മൾ സി എസ് സ്റ്റാർട്ടാക്കി മറ്റേ മിഞ്ചൊക്കെ എടുത്ത് കണ്ട് പോയി. അപ്പോൾ നമ്മൾ ഷുറിക്കൻസ് എടുത്ത് പോയപ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് വിചാരിച്ചപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ മേലെ നിന്ന് അവിടെ ചാടിയൊക്കെ കളിക്കണം, പക്ഷേ ഈ ഷുറിക്കണിനോണ്ട് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഞാൻ സിപ്പ് ലൈനിൽ കയറി കണ്ട് വേഗം വിട്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി. സിബ് വേലയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ മേലെ കയറിയിരിക്കുക. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഉണ്ട് നമ്മൾ പെട്ടെന്നുണ്ട് ഒരാളെ കയറിയിരുന്നു. അപ്പോൾ ഓൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓനെ നല്ല അടിച്ചു. അപ്പോൾ മൂക്കോങ്ങിട്ടപ്പോൾ ഞാൻ പിന്നെ നല്ല കൊടുത്ത് അങ്ങനെ ഓനെ നോക്കാക്കി, പിന്നെ ഓനെ ഫിനിഷാക്കി. അപ്പോൾ ഉണ്ട് നമ്മളെ ടീമേറ്റ്സ് താഴത്ത് ഒരാൾ നോക്കായി കിടക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ ആരെങ്കിലും ഉണ്ടോ നോക്കി. അപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേലക്കൊക്കെ കയറി നോക്കി. മേലിൽ നിന്ന് അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും ആരും കാണില്ല. അപ്പോൾ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയി സിപ്പ് ലൈനിൽ കയറി വെച്ചു. അപ്പോൾ സിപ്പ് ലൈനിൽ കയറി ആണ്ടെത്തുമ്പോഴത്തേക്കും ഓന് നമ്മളെ ടീമേറ്റ്സൊക്കെ ഫിനിഷാക്കി വിക്കറെടുത്ത്. അപ്പോൾ അടുത്ത മാച്ചിലോട്ട് നമ്മൾ പാസ്സായി. അപ്പോൾ നമ്മളിനി അടുത്ത മാച്ചിൽ നമ്മൾ എടുക്കണ ഗണ്ണ് AK-47 ആണ്. നമ്മൾ AK-47 എടുത്ത് പിന്നെ AK-47 എടുത്ത് വെറുതെ ഞാൻ ചാടി കളിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അങ്ങനെ നമ്മൾ AK-47 എടുത്ത് നമുക്ക് നമ്മൾ ഇത് സ്റ്റാർട്ടായി. അപ്പോൾ സെക്കൻഡ് പ്ലേ സ്റ്റാർട്ടായി. അപ്പോൾ തന്നെ നമ്മളങ്ങനെ ഈ കണ്ടിൻ്റെ ബാക്കൊക്കെ വന്നപ്പോൾ അവിടുന്ന് ഒരാളുണ്ട് ഓടി വരുന്നു. അപ്പോൾ അയാളെ ഹെഡ് കൊടുത്ത് വെച്ച് മേലേക്ക് വന്നിക്കാൻ നോക്കി. അപ്പോൾ ഇന്നെ സൈഡിൽ നിന്നും അടിച്ച്. അപ്പം ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ എങ്ങനെ അറിയില്ല, ഞാൻ പെട്ടെന്നാണ്ട് റിവൈവ് ആവുന്നു. നോക്കുമ്പോൾ ബാക്കിൽ നിന്നാണ്ട് വെച്ചാൽ ഇന്നെ റിവൈവ് ആക്കണം. അപ്പോൾ സൈഡിലുള്ളവനൊക്കെ ആരെ ഫിനിഷ് ആക്കിയിരിക്കണം അപ്പോഴത്തേനും. എന്നിട്ട് മറ്റെന്താക്കിയെന്ന് അപ്പോൾ ഇവന് എൻ്റെ ബാക്കിൽ നിന്ന് റിവൈവ് ആക്കിയ റഷാക്കിയപ്പോഴത്തേനും അപ്പോൾ അവിടെ ഉള്ളവന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടപ്പോൾ എൻ്റെ മെഡ് ലൈഫാണെങ്കിൽ കുറവാണെങ്കിലും ഞാൻ കുത്തി പിടിച്ചുകൊണ്ട് അവനെ ഫിനിഷാക്കി. അതിന് നമ്മൾ അടുത്ത റൗണ്ടിലേക്കും പാസ്സായി. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ എടുത്തുകയാണ് AK-47 MP40 അങ്ങനെ നമ്മൾ ഈ കളി സ്റ്റാർട്ടാകാൻ കാത്തിക്കുന്നു. അങ്ങനെ ഈ കളി സ്റ്റാർട്ടാകാൻ 4 സെക്കൻഡ് 3 2 1 ഗോ. അപ്പോൾ നമ്മൾ ഈ കളി സ്റ്റാർട്ടായി. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടി പോയി ആണ്ട് കയറി ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാധനത്തിൻ്റെ അവിടെ പോയി നിന്ന്. അപ്പോൾ ദൂരന്ന് എനിമീസ്. അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തുകൊണ്ട് അടിക്കായി. അങ്ങനെ ഞങ്ങൾ സൂം ചെയ്ത് അടിക്കുമ്പോഴത്തേനും അവിടെ നിന്ന് സൈഡിൽ നിന്ന് ആരെ കുഞ്ഞി. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ അയാളെയും കൂടി ഉണ്ട് വൈപ്പാക്കി. അപ്പോൾ ബാക്കിൽ നിന്ന് അടിയിട്ടുണ്ട്. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കുറച്ചിട്ട് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കൂടി കുറച്ചിട്ടപ്പോൾ ഉണ്ടല്ലോ ബാക്കത്തെ ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തു, പക്ഷേ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് ചെറിയ ആരും ഉണ്ട്. അപ്പോൾ നമ്മൾ MP40 കൊടുത്തു, പക്ഷേ അപ്പോഴത്തേക്ക് താല്പര്യമുള്ളവരാണ് സ്വൈപ്പാക്കി. അപ്പോൾ നമ്മൾ ബാക്ക് തോനെ തീർക്കാൻ വെച്ചിട്ട് കൊണ്ട് അതായത് ഇരുന്നിട്ട് നീച്ചാണ്ട് അടിച്ചു. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് അപ്പോൾ ഇത്തിരി ലൈഫുള്ളൂ, ജസ്റ്റ് മിസ്സിന്. അപ്പോൾ ഓനുണ്ട് വൈപ്പാക്കി. അപ്പോൾ നമ്മളാണ് കാര്യങ്ങൾ ഇതൊക്കെ ആയത്. അപ്പോൾ പ്രോ റസ്ലാനൊക്കെ എഴുതി കാണിച്ച് നമ്മൾ സീനായി. എന്നിട്ട് അടുത്ത കൊണ്ട് നമ്മൾ എടുക്കണില്ല, കാരണം AK-47 ഇത് മതി. കാരണം ഞാൻ ആദ്യം ഈ AK-47 MP40 കളിക്കലില്ല, M80 ഒക്കെ ആയിട്ടാണ് കളിക്കല്. കാരണം AK-47 കുത്തിപ്പിടിക്കാൻ പറ്റുക. ഇപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് സുഖമായിട്ട് AK-47 സുഖമായിട്ട് ഹെഡ് അടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തല പൊട്ടിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ ടെലപ്പോർട്ടിങ്ങിൽ കയറി ടെലപ്പോർട്ട് അയക്കാൻ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ ടെറസിൻ്റെ മേലെ കയറി അങ്ങനെ ഈ ബാക്ക് സൈഡിലേക്ക് പോയി. ആരെങ്കിലും ഇതിൽ കൂടി വന്നാലും നമുക്ക് അടിച്ചിടാൻ സുഖമാണ്. അപ്പോൾ ഓരോ സ്കോഡ് ഫുള്ളുണ്ടാവും അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അപ്പുറത്തെ ഒരു ചെറിയ ഇതുണ്ടല്ലോ അവിടെ ഉണ്ട്.
അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നമ്മൾ ഓനൊന്ന് സൂം ചെയ്ത് അടിച്ച കുറച്ച് ലൈഫ്. അപ്പോൾ ഒരാൾ അതിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഇനി വരാനാണ്. അപ്പോൾ ഞാനെന്ത് ഒരു ട്രിക്ക് കാണിക്കാൻ വെച്ചിട്ട് ഈ സൈഡിൽ കൂടി പോയി. അപ്പോൾ അങ്ങോട്ട് കയറി വരല്ലേ, അപ്പോൾ സൈഡിൽ കൂടി പോയി ഇവിടെ നിന്ന് ഓൻ കയറി വരികയാണെങ്കിൽ ഞാൻ കുത്തി പിടിച്ചെങ്കിലും നോക്കാക്ക വെച്ചാൽ. അപ്പോൾ പിന്നെ വിചാരിച്ചാൽ ഞാൻ നടുവിൽ നിൽക്കാൻ, ഇതിൻ്റെ നടുവിൽ നിൽക്കാൻ പറ്റും. ചെറിയ ഗ്യാപ്പാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സോണായിട്ട് ഞാൻ ചത്തെന്ന് വെച്ച മക്കളെ, ഞാൻ ചത്ത് വെച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി സോണ്ടല്ലേ. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയോ അറിയാം, എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടോ. എന്നിട്ട് അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് മേലക്ക് പോയിരുന്നു. മേലക്ക് പോയപ്പോൾ ആരും എൻ്റെ ബാക്കിലുള്ള എനിക്ക് വന്നു. അപ്പോൾ ഞാൻ സൈഡിൽ വന്നപ്പോഴത്തേനും ഓൻ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ സൈഡിൽ വന്ന് അവിടെ അടിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ AK-47 കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി MP-47 അടിക്കാൻ നോക്കുമ്പോഴത്തേനും MP5 കൊണ്ട് കുത്തി പിടിച്ചാണ് ഇന്നെ നോക്കാക്കി കില്ലാക്കി. അങ്ങനെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ 3 മറ്റേ ഇതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ AK-47 MP40 എടുത്താണ് കളിക്കണേ. അങ്ങനെ അതെടുത്തു. നമ്മൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും ഗോൾ എടുക്കാൻ പറ്റുക വെച്ച് അങ്ങനെ ഇതെടുത്തു. എന്നിട്ട് അങ്ങനെ നമ്മൾ കളി സ്റ്റാർട്ടാകാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കളി സ്റ്റാർട്ടായി. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെടി കൊള്ളാൻ തുടങ്ങി. പക്ഷേ നമ്മൾ താഴത്തേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ നോക്കാവുന്നത്. ഭാഗ്യത്തിന് നമ്മളെ ബാക്കിൽ തന്നെ നമ്മൾ ടീംമേറ്റായ ഒരു പെണ്ണ് ടീംമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് റഷായി മെഡടിച്ച് റഷാക്കാൻ. അപ്പോൾ ഉണ്ട് ഒരാൾ ചാടി വരുന്നു. അപ്പോൾ ഞാൻ ബാക്ക് കൂടി എടുക്കാൻ വെച്ചപ്പോൾ അയാൾ അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ മെഡ് ഇത്തിരി ലോ ഉള്ളിരുന്നു. അപ്പോൾ ഞാൻ അയാൾ സൈഡിൽ കൂടി ഒക്കെ ചാടി അടിച്ച്. അപ്പോൾ ഇങ്ങനെ കുത്തി പിടിച്ചൊക്കെ നോക്കാക്കി കില്ലാക്കി. അപ്പോൾ തന്നെ ആ റൗണ്ട് നമ്മൾക്ക് പോയി. അതിൽ നമ്മൾ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ അടുത്ത റൗണ്ട് എടുക്കണം പറഞ്ഞിട്ട് എനിക്ക് വാശിയേറെ മത്സരത്തോടെ ഞാൻ ഇറങ്ങി മക്കളെ. അപ്പോഴും നമ്മൾ AK-47 എടുത്ത്. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി AK-47 MP40. കാരണം ഇപ്പോൾ ഞാൻ എപ്പോഴും M80 ഡെസേർട്ട് അങ്ങനെ എടുക്കൽ, ഹെഡ് എടുക്കാൻ നോക്കല. അത് ചിലപ്പോൾ ഹെഡർ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് AK-47 ഒക്കെ എടുത്ത് കളിച്ചപ്പോൾ എനിക്ക് സുഖം അറിയാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്കോപ്പ് ചെയ്തിട്ട് അണ്ട് നോക്കാക്കി ഒരാളെ. പക്ഷെ അപ്പോഴത്തേനും അവിടെ ഗ്ലൂ വാൾ ഇട്ടുകൊണ്ട് ഹെൽപ്പാക്കി. അങ്ങനെ ആ ഗ്ലൂ വാൾ പൊട്ടിച്ച് കിട്ടുമോ നോക്കുമ്പോഴത്തേനും സൈഡ് കൂടി ഒക്കെ ആൾക്കാർ വരും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയെന്ന് നോക്കി. പിന്നെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് റഷാക്കിയാണ്. അപ്പോൾ ഇവിടെ സൂപ്പർമെറ്റൊക്കെ ഉണ്ട് എടുത്ത് ഇവിടുന്ന് സൂപ്പർമെറ്റൊക്കെ കാര്യങ്ങളെടുത്ത്. അപ്പോൾ എനിക്ക് ഏതൊരു പവർ കിട്ടിയിരുന്നു. ഞാൻ എന്താ നോക്കി ഇട്ടൊക്കെ അറിയാതെ എൻ്റെ കൈയ്യട്ടി. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോൾ ഉണ്ട് ഇവിടുന്ന് എനിമി വെടിവെക്കുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അയാളാണ് കയറിപ്പോണേ. അപ്പോൾ ഞാൻ ബാക്ക് കൂടി ഉണ്ടായി പോയി അടിച്ചു. ഞാൻ കുറച്ച് ഡാം കൊടുത്ത് എന്നാലും ആ താഴ്ത്തി അറിയാം. അപ്പോൾ അവിടെ കുണ്ടിക്കട്ട് നോക്കാക്കി. അപ്പോൾ ഉണ്ട് ഒരാൾ ഇവിടെ ഇരുന്ന് കളിക്കണം. അപ്പോൾ ഞാൻ ഓൻ ഊക്കം കണ്ടിട്ട്. അപ്പോൾ ഓ ഇന്നെ വെടിയൊക്കെ വെച്ചപ്പോൾ ഞാൻ ബ്ലൂ വാൾ ഇട്ടു. പക്ഷേ സൈഡിലുണ്ടെന്ന് ഓനെ മൈൻഡാക്കാതെ ഇവനെ റഷാക്കി വെച്ചു. അപ്പോൾ ഈ മൂലൊക്കെ വന്ന് ഇതെടുക്കണം. അപ്പോൾ ഇതിന് സൈഡിലുള്ളവനെ നമ്മൾ ടീമേറ്റ്സ് ഇട്ടു. അങ്ങനെ പോയി അടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.